ഇടുക്കി ഏലപ്പാറയിൽ വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയായി സ്കൂൾ ഗ്രൗണ്ടിന്റെ നടുവിലൂടെ 11 kV ഹൈ വോൾട്ടേജ് വൈദ്യുതി ലൈൻ. അംഗനവാടി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 5ഓളം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന കളിസ്ഥലത്തിന് മുകളിലൂടെയാണ് അപകടാവസ്ഥയിലുള്ള ലൈൻ കടന്നുപോകുന്നത്. ലൈൻ മാറ്റണമെങ്കിൽ 40,000 രൂപ വേണമെന്നാണ് KCBയുടെ നിലപാട്. ഭീമമായ തുക കണ്ടെത്താൻ ആകാത്തതിനാൽ ആശങ്കയിലാണ് സ്കൂൾ അധികൃതർ. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, എൻ്റെ മനസ്സിൽ ഇന്നും ഒരു 11 വയസ്സുകാരൻ 11 kV ലൈനിൽ നിന്ന് വൈദ്യുതി ഷോക്കേറ്റ് മരിച്ചു വീഴുന്ന ദൃശ്യങ്ങൾ പെട്ടെന്ന് അതങ്ങ് ഓർത്തുപോയി. സുബിൻ തോമസിലേക്ക് പോകാം. സുബിൻ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ വലിയ വായിൽ സംസാരിക്കാനൊക്കെ നേതാക്കളടക്കമുള്ളവർ വരും. ഇവിടെ വലിയൊരു ഭീഷണിയായി മാറുന്നുണ്ട് ഈ 11 kV വോൾട്ടേജ് ലൈൻ. എന്താണ് KCBയുടെ നിലപാട്? അതായത് ഈ 40,000 രൂപ കിട്ടിയാൽ മാത്രമേ വിട്ടുവീഴ്ചയുള്ളൂ എന്നുള്ളതാണോ? എന്താണ് സ്കൂൾ അധികൃതർ പറയുന്നത്? അവർക്കും ഉണ്ടല്ലോ ചില ഉത്തരവാദിത്തം. സ്കൂൾ അധികൃതർ പ്രധാനമായും പറയുന്നത് ഒരു ഭീമമായ തുക, അത് ഈ തോട്ടം തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഈ ഗവൺമെന്റ് ഏലപ്പാറയിലുള്ള ഗവൺമെന്റ് സ്കൂൾ. ഈ 5ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിനോട് ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ എല്ലാം പഠിക്കുന്നത് ഈ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളുടെ മക്കളാണ്. അവർക്ക് ഇത്തരത്തിലൊരു ഭീമമായ തുക ഈ കുട്ടികളിൽ നിന്ന് പിരിച്ചെടുക്കുക അല്ലെങ്കിൽ PTA ഫണ്ടായി പിരിച്ചെടുക്കുക എന്നുള്ള ഒരു സ്ഥിതി, അത് അത്തരത്തിൽ പിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. സ്കൂളിൽ അത്രത്തോളം ഒരു ഫണ്ട് ലഭിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. നമുക്കറിയാം, ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും കൊല്ലത്തുൾപ്പെടെ ഒരു 11 വയസ്സുകാരന്റെ മരണമൊക്കെ അത്തരത്തിലുള്ള പാഠങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോഴും ഒരു അടിയന്തര ഇടപെടൽ നടത്താൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കോമ്പൗണ്ടിനുള്ളിൽ പ്രവർത്തിക്കുന്നത് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ ഹൈസ്കൂൾ, ഒരു UP സ്കൂൾ, ITI, അംഗനവാടി എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ പ്രവർത്തിക്കുന്നത്. ഇവരുടെ എല്ലാം തന്നെ ഏക കളിസ്ഥലമാണ് ഈ ഒരു ഗ്രൗണ്ട് എന്നുള്ളത്. ആ ഗ്രൗണ്ടിന് കുറുകെയാണ് ഈ ഒരു 11 kV ലൈൻ കടന്നു പോകുന്നത്. ഈ പോസ്റ്റുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 100 മീറ്റർ നീളത്തിലാണ് ഈ ഒരു ലൈൻ പോയിട്ടുള്ളത്. ഈ ഗ്രൗണ്ടിന് മുകളിലൂടെ പോയിട്ടുള്ളത്. ഈ പോസ്റ്റുകളും കാലപ്പഴക്കം ചെന്ന് അവ മാറ്റേണ്ട അവസ്ഥ അല്ലെങ്കിൽ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന്റെ സമയവും അതിക്രമിച്ചു എന്നുള്ളതാണ്. ഈ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയും അതിക്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അടിയന്തരമായി ഇത് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇതിന് പിന്നാലെ നടന്നിട്ട് കാര്യമില്ല. അതിന് ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് മാറ്റണം എന്നുള്ളൊരു ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ നിരവധി തവണ, ഏകദേശം 8 വർഷത്തിലധികമായി ഓരോ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് ഈ ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ കത്ത് നൽകുന്നുണ്ട്. പക്ഷേ KCB ആ ഒരു നിലപാടിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 40,000-ലധികം രൂപ ഈ വൈദ്യുതി ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചിലവാകും. ആ തുക സ്കൂൾ അധികൃതർ നൽകണമെന്നുള്ളൊരു നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ സ്കൂൾ അധികൃതർക്ക് ഈ തുക കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ പീരുമേട് MLA ഈ വിഷയം ഉന്നയിക്കുകയും അടിയന്തരമായി ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് നടപടി KCBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി, എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഈ സ്കൂളൊക്കെ തുറന്നു, കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ സ്കൂളുകളിലൊക്കെ ഓടിപ്പോകുന്ന ഒരു സമയമാണ്. സ്കൂൾ തുറന്ന് സ്വാഭാവികമായും കുട്ടികളൊക്കെ കളിക്കാനൊക്കെ ഈ ഗ്രൗണ്ടുകളിലും ഒക്കെ ഓടുന്ന 2 മാസം വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുക. ഒപ്പം തന്നെ KCB ചില വിട്ടുവീഴ്ചകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചേ മതിയാകും.